ഇത് സത്യമാണ്. ജോധ ഒരു ശത്രുവിന്റെ ഗൃഹത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ മേനാവതി, ഇത് സത്യമാണ്. നമ്മുടെ ജോധ ഷെഹൻഷായുടെ റാണിയാകാനാണ് പോകുന്നത്. നിനക്ക് ഇക്കാര്യത്തിൽ അഭിമാനമാണ് ഉണ്ടാകേണ്ടത്. കണ്ണുകളിൽ കണ്ണുനീരല്ല, അഭിമാനമാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കൂ, നീ ഹിന്ദുസ്ഥാന്റെ വരുംകാല ചക്രവർത്തിനിയുടെ അമ്മയാണെന്ന്. ആരാണ്? ഞാനാണ് ജോധ. സുജാമൽ, അങ്ങേക്ക് ഇവിടെ വരാനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായി? ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന ചെയ്തിട്ട് അങ്ങ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നാം ഒരു വിശ്വാസവഞ്ചനയും ചെയ്തിട്ടില്ല. നാം യുദ്ധം മാത്രമാണ് ചെയ്തത്, അമീറിനെ ലഭിക്കാനായി. പിതാവിന്റെ മരണശേഷം അമീറിന്റെ അധികാരം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വീരന്മാരുടെ രക്തത്തിലും അങ്ങേക്ക് അധികാരമുണ്ടായിരുന്നോ? അങ്ങ് ഇല്ലാതാക്കിയ അതോ രാജാവ് സൂര്യഭാന്റെ ശിരസിന് മേൽ അങ്ങേക്ക് അധികാരമുണ്ടായിരുന്നോ? ഒരു ഭയവുമില്ലാതെ അങ്ങ് ഛേദിച്ച്. രാജാവ് സൂര്യഭാൻ എന്താണോ സംഭവിച്ചത് അത് നമ്മയും വളരെയധികം വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് നാം മുഗളന്മാരുടെ സഖ്യം ഉപേക്ഷിച്ചു വന്നത്. ഒരു വിശ്വാസവഞ്ചകനെ നാം ഒരിക്കലും വിശ്വസിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചത് നാമല്ല, നിന്റെ അച്ഛനാണത് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം എന്താണോ ചെയ്യാൻ പോകുന്നത്? സുജാമൽ, നമുക്ക് നമ്മുടെ പിതാശ്രീക്കെതിരായി ഒരു വാക്ക് പോലും കേൾക്കണ്ട. ആരാണോ സത്യത്തിൽ ദ്രോഹം ചെയ്യുന്നത് അയാൾക്കെതിരായിട്ട് നീ ഒന്നും തന്നെ കേൾക്കുകയില്ല. ആദ്യം അദ്ദേഹം നമ്മോട് വഞ്ചന കാണിച്ചു, പിന്നീട് അമീറിനെ വഞ്ചിച്ചു, ഇപ്പോ നിന്നെ വഞ്ചിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് യാതൊന്നും കേൾക്കണ്ട. എന്നാൽ നാം ഒരു കാര്യം അറിഞ്ഞു. അതിനാൽ നിന്നെ കാണാതിരുന്നാൽ നമുക്ക് സമാധാനം കിട്ടില്ല. നിന്റെ അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഏത് ജലാലുദ്ദീൻ മുഹമ്മദിനോടാണോ നീ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചത്? അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നാം അച്ഛൻ തീരുമാനിച്ച വിവാഹത്തിന് സമ്മതം നൽകിയത്. എന്താണോ സംഭവിക്കുന്നത് അത് നമ്മുടെ ആഗ്രഹപ്രകാരമാണ്. ഇപ്പോൾ അങ്ങിവിടെ നിന്ന് പോയാലും സൂര്യഭാൻ ഇപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലും ജോധ എപ്പോഴും ജീവനോടെ ഉണ്ട്. നാം അമീറിനും നമ്മുടെ അവശേഷിക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യുന്നതാണ്. എന്തെങ്കിലും പറ്റിയോ? സുജാമൽ, ജ്യേഷ്ഠ, പിടിക്കൂ അയാളെ. ജോധ, നീ ഒരിക്കലെങ്കിലും ചെന്ന് രാജാവ് ഭാർമലിനോട് ചോദിക്ക, സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ അദ്ദേഹം ആരുമായാണ് സൗഹൃദം സ്ഥാപിച്ചതെന്ന്. ജ്യേഷ്ഠ, സുജാമൽ ജ്യേഷ്ഠൻ എന്താണ് പറഞ്ഞത്? സുജാമൽ വന്നത് തീർച്ചയായും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ജ്യേഷ്ഠ, ആദ്യം ജ്യേഷ്ഠൻ ഇത് പറയൂ. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജോധ, സുജാമൽ ഒരു രാജദ്രോഹിയാണ്. എന്നിട്ടും അയാളുടെ വാക്കുകൾ നീ വിശ്വസിക്കുകയാണോ? ദിവസം അടുത്തു വരുന്നു. അങ്ങ് എന്താണ് ജോധയോട് പറയാത്തത്? അവളുടെ വിവാഹം ഒരു രജപുത്രനുമായല്ല, ജലാലുമായാണ് നടക്കുന്നതെന്ന്. ഒരു നല്ല അവസരം വന്നാൽ
നാം തന്നെ പോയി പറയുന്നതാണ് മേനാവതി. അങ്ങ് എത്രയും വേഗം തന്നെ അത് പറഞ്ഞാലും ഇല്ലെങ്കിൽ വൈകിപ്പോകും. പിതാശ്രീ, വരൂ ജോധ, വരൂ. നാം നിന്നെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ ദാസ്, എന്താണ് നിന്റെ കയ്യിൽ രക്തം? ഇവിടെ സുജാമൽ വന്നിരുന്നു. അയാളുടെ വാൾ കൊണ്ട് മുറിഞ്ഞതാണ്. അവൻ ഇവിടെ എങ്ങനെയാണ് വന്നത്? എന്തിന്? രഹസ്യമാർഗത്തിലൂടെ എത്തിയതായിരിക്കും. നേരായ മാർഗത്തിലൂടെ അവൻ വരില്ലല്ലോ. പക്ഷേ അവനിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണ്? അദ്ദേഹം നമ്മെ കാണാൻ വന്നതാണ് പിതാശ്രീ. പക്ഷെ നാം വ്യക്തമായി തന്നെ പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും കാണേണ്ടെന്ന്. പിതാശ്രീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ജ്യേഷ്ഠൻ പഴയതുപോലെയല്ല. അങ്ങയെക്കുറിച്ച് പോലും വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛനോട് ചോദിക്കണം അദ്ദേഹം ആരുമായാണ് കൈകോർത്തതെന്ന്. പക്ഷെ നാം അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. പ്രണാമം പ്രഭു, സന്ദേശം വന്നിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത് ബാർമൽ? അമ്മേ, വിവാഹത്തിന്റെ സന്ദേശമാണ്. അവർ നാളെ തന്നെ എത്തിച്ചേരുമെന്ന്. വിവാഹവും അവിടെ തന്നെ നടത്താൻ ആഗ്രഹിക്കുന്നെന്ന്. ഭഗവാൻ ദാസ്, നമുക്ക് എത്രയും വേഗം സാമ്പറിലേക്ക് തിരിക്കണം. സാമ്പറിൽ എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. സൈനികരും സംഗീതജ്ഞരും ഒരുക്കങ്ങൾ ചെയ്യുന്നവർക്കും സന്ദേശം അയക്കൂ. അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് മനസ്സിലായി അമ്മേ. ഇന്ന് അമ്മീറിലെ നമ്മുടെ അവസാനത്തെ രാത്രിയാണ്. അമ്മ വിഷമിക്കാതിരിക്കൂ. നാം തയ്യാറാണ്. എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി നടത്തണം. നാം സമ്മതിക്കുന്നു. രജപുത്രർ ഷെഹൻഷായുടെയും ജ്യോധയുടെയും നിക്കാഹിന് തയ്യാറാണെന്ന്. പക്ഷെ നമ്മൾ ഇക്കാര്യം മറക്കാൻ പാടില്ല, രജപുത്രർ നമ്മുടെ ശത്രുക്കളാണെന്ന്. ശത്രുക്കളാണെങ്കിൽ എത്ര സൗഹൃദത്തോടെ ഇരുന്നാലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഏറ്റവും നല്ല ആയുധങ്ങൾ എത്രയും പെട്ടെന്ന് ഷെഹൻഷായ്ക്ക് സമീപത്തായി കരുതേണ്ടതാണ്. സേനയുടെ ഒരു ഭാഗവും തയ്യാറാക്കി നിർത്തണം. നാം എന്താണോ പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെ നാം വന്നാലും ഷെഹൻഷാ, അങ്ങേക്ക് നമ്മുടെ സലാം. എത്രമാത്രമാണ് അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നത്? വേറെയും ഒരുപാട് ആളുകളുണ്ട് ജലാൽ, അങ്ങയെ പരിരക്ഷിക്കുന്നതിനായിട്ട്. പക്ഷെ അങ്ങ് അവരെയെല്ലാം മറന്നെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ സാമ്പറിൽ അങ്ങ് നിക്കാഹ് കഴിക്കാൻ പോവുകയാണ്. പക്ഷെ ആഗ്രയിൽ റാണിയായ ഹമീദ ഭാനുവിനോടോ അങ്ങയുടെ ബീഗമായ റുഖിയ ബീഗത്തോടോ അങ്ങ് ഈ വിവരം പോലും പറഞ്ഞിട്ടില്ല. അങ്ങ് അതിന്റെ ആവശ്യം എന്താണ് വല്ലുമ്മ? നാം ഒരു നിക്കാഹ് കൂടി കഴിക്കുന്നു എന്നല്ലേ ഉള്ളൂ. നിക്കാഹ് കഴിഞ്ഞ് ആഗ്രയിലെത്തുമ്പോൾ എല്ലാവർക്കും വിവരം മനസ്സിലാകുമല്ലോ. നാമും കാണാൻ ആഗ്രഹിക്കുന്നു. അന്തപുരത്തിൽ ഒരു രജപുത്ര സ്ത്രീയെ കാണുമ്പോൾ മുഗൾ ബീഗങ്ങളുടെ മുഖം മാറുന്നത് എങ്ങനെയാണെന്ന്.
ജോധ, കവാടത്തിന് പുറത്തു പോകരുത്. കുട്ടിക്കാലം മുതൽ ഇതുവരെ അച്ഛനും അമ്മയും പലതവണ എന്നെ വിലക്കിയിട്ടുണ്ടെങ്കിലും നാം ഈ കവാടം പലതവണ മറികടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ കവാടം മറികടക്കുക എത്രയോ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അമ്മേ ഭവാനി, അവിടുത്തെ കൃപ നമ്മുടെ അമീറിന് മേൽ, ഈ കൊട്ടാരത്തിന് മേൽ, പിന്നെ നമ്മുടെ കുടുംബത്തിന് മേലും എപ്പോഴും ഉണ്ടായിരിക്കണം. ജോധ അക്ബറിന്റെ കഥ ചരിത്രത്താളുകളിൽ എഴുതപ്പെടുകയായിരുന്നു. അതിനുള്ള ആരംഭം കുറിച്ചിരിക്കുന്നു. ആ കൂടിച്ചേരൽ രണ്ടു മനുഷ്യരുടേതു മാത്രമല്ല, പകരം രണ്ട് വിശ്വാസങ്ങളെയും സംസ്കാരത്തെയും പരസ്പരം അടുപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ പക്കൽ അധികം സമയമില്ല മന്ത്രി. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കിയേ മതിയാകൂ. മണ്ഡപവും സഭയും ഉറപ്പായും അമീറിലേതുപോലെ തന്നെ ആയിരിക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. അങ്ങനെ നമുക്ക് കേൾക്കാനും പാടില്ല. മനസ്സിലായോ പറഞ്ഞത്? എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നതാണ് കുമാര. ആർക്കും ഒരു പരാതിയും ഉണ്ടാവില്ല, ഒരു കുറവും കണ്ടെത്താനാവില്ല. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ സ്ഥലം അമീറിന് അടുത്തൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും അമീറല്ല. സുരക്ഷ ശരിക്കും ശക്തമാക്കുക തന്നെ വേണം. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ജോധ, ജ്യേഷ്ഠ, അവിടെ മുഗളന്മാർ ഇവിടെ കടന്നിട്ടുണ്ട് ജ്യേഷ്ഠ. എനിക്ക് തോന്നുന്നു ജലാൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നമ്മളെല്ലാവരും സാമ്പാറിലുണ്ടെന്ന്. അങ്ങ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ജ്യേഷ്ഠ. ജോധ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിന്റെ ഭ്രമം മാത്രമാണിത്. മുഗളന്മാർ ഇവിടെ എങ്ങനെ വരാനാണ്? ജലാൽ അമീറിലും വന്നിട്ടുള്ളതല്ലേ ജ്യേഷ്ഠ. പിന്നെ അങ്ങേക്ക് അറിയാവുന്നതല്ലേ നമ്മുടെ കണ്ണുകൾ ഭ്രമിതമാകില്ലെന്ന്. ജോധ, ക്ഷീണം കാരണം ആർക്കും ഭ്രമം സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ നീ പോയി ഒന്ന് വിശ്രമിക്കൂ. നാളത്തെ ദിവസം വളരെ ദീർഘമേറിയതാണ്. ഒരുപാട് അധികം ചടങ്ങുകളും രീതികളും ഉണ്ടാകും. ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അഥവാ നീ വിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്തൊരിക്കലും പ്രസരിപ്പും തേജസ്സും ഉണ്ടാകില്ല. ജോധ, വിശ്വാസം സൂക്ഷിക്കൂ. എല്ലാ സൈനികരും തയ്യാറാണ്. ഇവിടേക്ക് ഒരു മുഗളനും എത്താൻ പോകുന്നില്ല. ജ്യേഷ്ഠ, നമുക്ക് മുഗളന്മാരെ ഭയമൊന്നുമില്ല. പക്ഷെ നമുക്ക് ജലാലുദ്ദീനെ ഭയമാണ്. അയാൾ വളരെ ക്രൂരനാണ്. അയാൾ കഴിഞ്ഞ തവണ നമ്മോട് എന്താണ് ചെയ്തത് അത് നമുക്ക് മറക്കാനേ സാധിക്കില്ല ജ്യേഷ്ഠ. പിന്നെ അയാൾ നമ്മുടെ വിവാഹത്തിൽ വിഘ്നമുണ്ടാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അയാൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും അച്ഛൻ ഈ വിവാഹം നടത്തുന്നത് മുഗളന്മാരിൽ നിന്നും അമീറിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. ജോധ, നാമല്ലേ പറയുന്നത്? നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ വിവാഹം കഴിയുന്നതോടെ അമീർ എന്നേക്കുമായി മുഗളന്മാരിൽ നിന്നും സുരക്ഷിതമായി തീരും. അമ്മ ഭവാനിയുടെ അനുഗ്രഹത്താൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ജ്യേഷ്ഠ, അങ്ങ് പറഞ്ഞാലും ആ ശൂരവീരൻ ആരാണ്? നമ്മെ വിവാഹം കഴിച്ചതിന് ശേഷം ആ ജലാലിന് കൃത്യമായ ഉത്തരം നൽകാൻ പോകുന്ന, അയാളുടെ ശിരസ് ഛേദിക്കാൻ പോകുന്നയാൾ